കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനം അല്പസമയത്ത് ദൈവചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളുടെ വായിക്കുന്നു. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ഭാഗം നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ദൈവിക ആശ്വാസം പ്രാപിക്കുകയും ഒക്കെ ചെയ്യാറുള്ള വചനമാണ്. കാരണം പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ദൈവമക്കൾക്ക് എപ്പോഴും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വചനമാണ്. ഇവൻ പിശാചും അല്ലെങ്കിൽ സാത്താൻ എന്നും പേരുള്ള മഹാസർപ്പമായ പഴയ പാമ്പ്, അവന്റെ ദൂതന്മാരെയും ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ വെട്ടിക്കളഞ്ഞു. അങ്ങ് ചിന്തിച്ചാൽ മതി. അല്ലേലിയ. ഈ വചനഭാഗത്ത് നിന്നും ഞാനും നിങ്ങൾ ഇന്ന് പകൽ ചിന്തിക്കുമ്പോഴേ, നമ്മൾ ആത്മീയ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. യുദ്ധം ചെയ്യാം എന്നുവെച്ചാൽ ക്രൈസ്തവ സഭ യുദ്ധക്കളത്തിലാണ്. അവർ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അവർ അനുഗമിക്കുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞ ജയാളിയായ ക്രിസ്തുവിനെയാണ്. യേശു ഒരു സ്ഥലത്തും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പരാജയഭീതി ഏറ്റെടുക്കാതെ, പരാജയം കണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകാതെ വിജയത്തിലേക്ക് കുതിക്കണം. ജീവിതത്തിന്റെ ഏത് മേഖലയിലും നിങ്ങൾ വിജയത്തിലേക്ക് കുതിക്കണം. നിങ്ങളെ ഉയർത്തുവാൻ കഴിയാതെ, നിങ്ങൾക്ക് നന്മ ലഭിക്കാതെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ, നിങ്ങൾക്ക് സമാധാനം കിട്ടാതെ, നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാതെ, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാതെ നിങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളുടെ കുടുംബത്തെ, തലമുറയെ തകർത്ത് കളയുന്ന പിശാച് സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ ദൂതന്മാരെയും തള്ളിക്കളഞ്ഞു. അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. പരാജയപ്പെട്ടവരവരൊക്കെ. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട സാത്താൻ വാനമണ്ഡലത്തെ അവന്റെ വാസസ്ഥലമാക്കി മാറ്റി. അവരോടുകൂടെ അശുദ്ധാത്മാക്കളുടെ സംഘവും ആ വാനമണ്ഡലത്തില് കുടിയേറിയിരിക്കുകയാണ്. ഇവന്റെ സ്ഥാനം സ്വർഗത്തിലായിരുന്നു. അവിടെ നിന്ന് തള്ളപ്പെട്ടു. അല്ലേറിയ. എന്നിട്ട് ഇവൻ വാനമണ്ഡലത്തെ മുഴുവൻ കൈവശമാക്കി. ആ സാത്താൻ അവന്റെ കൂടെ അനേക അശുദ്ധാത്മാക്കളെയും കൂടെ സംഘമായി ചേർത്ത് ഇപ്പൊ അവരൊന്നിച്ച് വാനമണ്ഡലത്തിൽ കുടിയേറിയിരിക്കുക. അല്ലേറിയ. അതിനെയാണ് ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ശക്തികളോടാണ് ദൈവജനത്തിന് ആമേൻ പോരാട്ടമുള്ളത്. പ്രീസലോ. ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ഒന്നിച്ചെഴുന്നേറ്റ് ക്രൈസ്തവ സമൂഹത്തെ ലോകമെമ്പാടും നിന്ന് തുടച്ചു മാറ്റാൻ അവൻ പല പദ്ധതികളും ആവിഷ്കരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ സാത്താൻ എന്ത് ചെയ്യും? മനുഷ്യനെ തെരഞ്ഞെടുക്കും, മതങ്ങളെ തെരഞ്ഞെടുക്കും, മത നേതാക്കന്മാരെ തെരഞ്ഞെടുക്കും, രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുക്കും, വിവിധ സംഘടനകളെ തെരഞ്ഞെടുക്കും. അങ്ങനെ പിശാചിന്റെ പ്രവൃത്തി എങ്ങനെ? അവന് പ്രവർത്തിക്കാൻ ഒരാൾ വേണമല്ലോ. അതൊരു സംഘടനയായാലും അവന് കുഴപ്പമൊന്നുമില്ല. അവരെയും കണ്ട് ദൈവസഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തെയും തകർക്കാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ സ്വർഗത്തിൽ നമ്മുടെ ദൈവം വെട്ടിക്കളഞ്ഞു, അതിന്റെ ദൂതന്മാരെ. പിന്നെ അവൻ വാനമണ്ഡലത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് കുറെ അശുദ്ധാത്മാക്കളുമായിട്ട്. അവൻ പൊരുതിയാൽ ജയിക്കില്ല കേട്ടോ. അതുകൊണ്ട് എഫേസ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. എഫേസ് ലേഖനം 6-ാമത്തെ 12-ാമത്തെ വാക്യമൊക്കെ വായിച്ചെന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടുമാണെന്നാണ് എഫേസ് ലേഖനത്തിൽ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പ്രേക്ഷകർ. അപ്പൊ ഈ ദൈവത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
നമുക്ക് വളരെ ചിന്തിച്ച് അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ വചനം എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങൾ ലോകത്തെ ജയിക്കണം. ഈ ലോകത്തെ ജയിക്കുന്ന പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു 1 യോഹന്നാന്റെ ലേഖനം 5:10, ഈ സർവ്വലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നു. ഈ ദുഷ്ടൻ ആരാണ്? ഇവനാണ് അല്ലെങ്കിൽ പിശാചും സാത്താനും പഴയ പാമ്പായിരിക്കുന്ന മഹാസർപ്പം. അവനെ നിങ്ങൾ ഭയപ്പെടണ്ട. അല്ലേ? അവന് സൂത്രപ്പണി മാത്രമേ അറിയുള്ളൂ, രക്തൻശയം. അവന് ജയിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞ മീകായേലും ദൂതന്മാരും കൂടെ എന്ത് ചെയ്തു? ആ മഹാസർപ്പത്തോട് പടവെട്ടി. അല്ലേ? അവർ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടാകുക. അതാണ് നമ്മൾ വായിച്ചത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീകായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല. അപ്പം മഹാസർപ്പവും സാത്താനും അവന്റെ ദൂതന്മാരുമായി മീകായേലിനോടും ദൂതന്മാരോടും പടവെട്ടിട്ട് ജയിച്ചില്ല. ഈ സാത്താൻ സ്വർഗത്തിൽ താഴെ പോകേണ്ടി വന്നു. അല്ലേ? അപ്പം സ്വർഗത്തിലെ പ്രധാന ദൂതനായ മീകായേലും മഹാസർപ്പമായ സാത്താനും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. മീകായേലിനെ കുറിച്ച് അല്ലെങ്കിൽ തിരുവെഴുത്തിൽ 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം എന്റെ 13-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിലും സ്തോത്രം 12 ദാനിയേലിന്റെ പുസ്തകം 12:1 യൂദായുടെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 8-9 വാക്യങ്ങളിലും വെളിപ്പാട് 12:7 നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ചുമതലയുള്ള ദൂതനായിട്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ മീകായേലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്വർഗത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ സാത്താനെയും അവന്റെ ദൂതന്മാരെയും മീകായേൽ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായി കാണുന്നു. സ്വർഗത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ മഹാസർപ്പ യുദ്ധത്തിൽ മീകായേലും ദൂതന്മാരും കൊണ്ട് എന്ത് ചെയ്തു? ഈ പഴയ പാമ്പിനെ, ഈ സാത്താനെ അവിടെ നിന്ന് വെട്ടി താഴെ കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശം എന്ന ഗ്രീക്ക് വാക്കിനെ ഉദ്ദേശിച്ച ഗ്രീക്കിൽ മറ്റനേകം ഭാഷകളിലും കാണുന്നത് ആകാശമണ്ഡലം എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 6:12 എസ്കേലിന്റെ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ എസ്കേൽ പുസ്തകം 28:1 യെശയ്യാവിന്റെ 14:12 ഒക്കെ അതിനെക്കുറിച്ച് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ മേലാൽ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശനം ഇല്ലാത്ത വിധം മഹാസർപ്പം യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നു. ഈ മഹാസർപ്പത്തിന് ദൈവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവനെ തോൽപ്പിച്ചു. നമ്മളെ ഭാഗത്ത് പഠിക്കുന്നു, ഈ മഹാസർപ്പത്തിന് ഒരിക്കലും ദൈവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ മീകായേലും ദൂതന്മാരും കൂടെ ഈ മഹാസർപ്പത്തോട് പടവെട്ടി ആ മഹാസർപ്പത്തെ തോൽപ്പിച്ച് കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ ശ്രോതാവി, രക്തൻശയം, ഞാൻ പറയട്ടെ, നിന്നിലേക്ക് നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകളാണെങ്കിൽ നിന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ മഹാസർപ്പമായിരിക്കുന്ന പഴയ പാമ്പായിരിക്കുന്ന ഈ പിശാചിനെ പണ്ട് തന്നെ അവന്റെ തലയെ തകർത്തിട്ടുണ്ട്. മീകായേലും ദൂതന്മാരും തകർത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്? ഹല്ലേലൂയ. അവന് പ്രവേശിക്കാൻ നമ്മൾ അവസരം കൊടുത്താൽ അവൻ പ്രവേശിക്കും. ദൈവം തെരഞ്ഞെടുത്ത ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നില്ല എങ്കിൽ ഈ പഴയ പാമ്പായിരിക്കുന്ന മഹാസർപ്പം നമ്മളിലേക്ക് കയറും. ഉദാഹരണം, നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത ദൈവസഭയുടെ ഭാഗമായി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന നിങ്ങൾ മദ്യപിക്കുമ്പോൾ ഈ പാമ്പ് നിങ്ങളിൽ കയറും. അല്ലേ? അവൻ അശുദ്ധിയാണ്. മദ്യപാനം എന്നുള്ള അശുദ്ധിയാണ്. അല്ലേ? അശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ മദ്യപാനം അശുദ്ധിയാണ്. ഞങ്ങൾ ഡോക്ടർ കുടിച്ചോളാം, നീ കുടിച്ചോ, നിന്നെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികളിലൂടെ ഈ പിശാച് നിങ്ങളിലേക്ക് കയറും. എന്നാൽ നിങ്ങൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരിക്കലും ഈ പിശാച് കയറത്തില്ല. അവനെ പണ്ട് തന്നെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കാൻ കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ
ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന അപവാദി എന്നിങ്ങനെയൊക്കെ ഇവന് വിവിധ പേരുകളാണ്. എന്തൊക്കെയാണ് അവന്റെ പേര് സാത്താന്റെ? അല്ലെങ്കിൽ സ്തോത്രം, മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ, ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന അപവാദി എന്നൊക്കെ ഉള്ള വെറുഹീനമായ വെറും നികൃഷ്ടമായ പേരാ സാത്താനുള്ളത്. അവരുടെ പേര് തന്നെ സാത്താൻ. ആ പേര് തന്നെ വെറും നികൃഷ്ടമായ നീചമായ വാക്കാണ്. അവന് നല്ല പേരൊന്നുമില്ല. അല്ലേലിയ. എല്ലാം നികൃഷ്ടമായ പേരാണ്. അല്ലേലിയ. അവന്റെ ലക്ഷണങ്ങളും അതാണ്. അല്ലേലിയ. ചിലരൊക്കെ ഈ ബാധ കയറിയവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാധ കയറി ബന്ധനങ്ങൾ കിടക്കുന്നവര്, ഭൂതം കയറിയവര് എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വരികയും അവരുടെ മേലിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഇളകി വരുമ്പോൾ അവരുടെ മുഖരൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേലിയ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലേലിയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നത്തിൽ വിശ്വാസികളെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ് സാത്താൻ. വിശ്വാസികളെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി. അല്ലേലിയ. അതാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് കാണുന്നുണ്ട്. സ്തോത്രം. അല്ലേലിയ. വെളിപ്പാട് പുസ്തകം 10 വാക്യത്തിൽ കണ്ട്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനി കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പൊ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്നതാരാ? സാത്താനാ. അല്ലേലിയ. നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലെത്ത തന്നെ അനുഗമിച്ച് വിശുദ്ധിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകും. നിങ്ങളെ കുറ്റം ചുമത്തുന്നവരില്ലേ, അവരെ വിളിക്കുന്ന അപവാദി എന്നാ. നിങ്ങളെ കുറ്റം ചുമത്തുന്നതിന്റെ കാരണം എന്താ? അവനിലേക്ക് ഈ മഹാസർപ്പം, പഴയ പാമ്പ്, സാത്താൻ കയറി അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. എന്ത് ചെയ്തു? അവൻ പിന്നെ കാണുന്നതെല്ലാം കുറ്റമായിരിക്കും. അപ്പൊ നീ ദൈവത്തെ അറിഞ്ഞതും, ദൈവവചനം വായിക്കുന്നു, സുവിശേഷം നിൽക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, നീ ദൈവമക്കളോടൊപ്പം നടക്കുന്നതും ജീവിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ കണ്ടിട്ട് കുറ്റം ചുമത്തും. അതൊക്കെ നിങ്ങൾ ഭാരപ്പെട്ടു പോകണം. അവന്റെ തൊഴിൽ അതാണ്. അല്ലേലിയ. അവന്റെ തൊഴിൽ അതാണ്. അപ്പം വിശ്വാസികളെ രാപ്പകൽ കുറ്റം ചുമ അപവാദിയെ ആണ് സാത്താൻ. യോബിന്റെ പുസ്തകം അല്ലേലിയ 1-ാം അധ്യായം 6 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളും സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3:1 ഒക്കെ നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3:1 വായിച്ചാൽ മഹാപുരോഹിതൻ യോശുവയെ കുറ്റം ചുമത്തുന്നത് കാണാൻ കഴിയും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്നും പറഞ്ഞ്. ഇവൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവനാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, നിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നിന്നെ അപവാദം പറയുന്ന നിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന പോലും അവൻ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തിയാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നിന്റെ സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കാം. നിനക്കൊരിക്കലും അവൻ തള്ളിപ്പറയാൻ കഴിയാത്ത വ്യക്തിയായിരിക്കും നിന്നെ അപവാദം പറയാൻ കുറ്റം ചുമത്തുന്നത്. അങ്ങനെ കുറ്റം നീ പേടിക്കൊന്നും വേണ്ട. കാരണം അവരിലൊരു പഴയ മഹാസർപ്പമായ സാത്താൻ പ്രവേശിച്ചിട്ട് അതുകൊണ്ടാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നീ അവിടെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ്, ഈ വ്യക്തിക്ക് ഒരു മനസ്സാന്തി, ഇവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ സാത്താന്യ ശക്തി വിട്ടുപോകാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം അവനെ വിടുവിച്ചേക്കാം. അല്ലെങ്കിൽ അപ്പൊ ഇവൻ അപവാദം പറയും. യോബിനെ തന്നെ കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ മഹാപുരോഹിതൻ യോശുവയെ കുറ്റപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അപ്പൊ കുഞ്ഞാടിന്റെ രക്തവും നമ്മുടെ സാക്ഷ്യവും സാത്താനെ തോൽപ്പിക്കാൻ സഹായമാണ്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ക്രിസ്തുവിന്റെ രക്തവും നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ സാക്ഷി വിശുദ്ധ ജീവിതം സാത്താനെ തോൽപ്പിക്കുവാൻ കഴിയും. സാത്താനെ തോൽപ്പിക്കുവാൻ നമുക്ക് സഹായിക്കും. അപ്പൊ മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിരസിൽ നിന്ന് അവന്റെ ശരീരമാസകര ഒഴുകിയിറങ്ങിയ രക്തം. ഹല്ലേലൂയ. ആ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി വിശുദ്ധിയിൽ നിർത്തിയിരിക്കുമ്പോൾ ആ സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധി സാക്ഷി നിനക്കുണ്ടെങ്കിൽ ഈ പിശാചിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ സാത്താൻ എന്ന അപവാദി പരാജയപ്പെട്ടത് കൊണ്ട് സ്വർഗവാസികൾ ആനന്ദിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമുക്കറിയാം ഈ അവരുടെ രക്തസാക്ഷിത്വം അതിൽ തന്നെ സാത്താന്റെ പദ്ധതികൾക്ക് കനത്ത് തിരിച്ചടിയായിരിക്കുന്നു. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ രക്തവും ആ സാത്താൻ എന്ന അപവാദിക്ക് തിരിച്ചടിയ അല്ലൊരിയ സാത്താൻ എന്ന അപവാദി പരാജയപ്പെട്ടതുകൊണ്ട് സ്വർഗവാസികൾ ആനന്ദിക്കുക. സാത്താൻ ആകാശ ഉന്നതങ്ങളിൽ ആകാശ മണ്ഡലങ്ങളിൽ നിന്നും പുറത്ത് തള്ളപ്പെട്ടെങ്കിലും മഹാക്രോധത്തോടെ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുക. അപ്പൊ സാത്താനെ സ്വർഗമണ്ഡലത്തിൽ നിന്ന് ആകാശമണ്ഡലം തള്ളിക്കളഞ്ഞെങ്കിലും അവൻ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ, ഇസ്രായേൽ വംശത്തെ നശിപ്പിക്കുവാൻ, ഇപ്പൊ നമുക്ക് ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ പിശാച് ഈ പിശാച് എന്ന് പറഞ്ഞാൽ ഈ മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ സഹോദരന്മാരെ കുറ്റം ചുമ അപവാദിയായിരിക്കുന്ന ശക്തി ഇസ്രായേൽ സമൂഹത്തെ തകർക്കാൻ അവൻ തന്ത്രം കൊണ്ട് ചെയ്യുക. പക്ഷെ അവൻ പരാജയപ്പെട്ടനായതുകൊണ്ട് അവന് വിജയിക്കാൻ കഴിയത്തില്ല. നമ്മത് കണ്ടു കഴിഞ്ഞു പല പ്രാവശ്യങ്ങളായിട്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ, മിഷണറി സമൂഹത്തെ കൊന്നൊടുക്കുവാൻ, തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയുമായി കടന്നു വരുമ്പോൾ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ വിശുദ്ധിയിലും വേർപാടിലുമുള്ള ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അല്ലേലൂയ, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ തകർക്കും തോറും ഇത് വളർന്നുകൊണ്ടിരിക്കും. അല്ലേ? അപ്പം തകരും തോറും വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സമൂഹം തകർക്കാൻ പറ്റത്തില്ല. ആമേലല്ലേ? അത്രമാത്രം വിശാലമായ ഒരു ഉണർവിന്റെ അനുഭവമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. കാരണം അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അല്ലേ? ഈ വചനമൊക്കെ അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഈ ഇസ്രായേലിനെ തകർക്കുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ വംശത്തെ തകർക്കുവാൻ പിശാച് എഴുന്നേൽക്കുന്നത് പോലെ നിന്റെയും നിന്റെ കുടുംബത്തെയും നിന്റെ നന്മകളെയും മുഴുവൻ തകർക്കാൻ, നിന്നെ ബലഹീനനാക്കുവാൻ, നിന്നെ രോഗിയാക്കി മാറ്റുവാൻ, നിന്നെ മാനസിക രോഗിയാക്കി മാറ്റുവാൻ, നിന്നെ ബന്ധനത്തിൽ അകപ്പെടുത്താൻ, ശാപത്തിലേക്ക് നിന്റെ കുടുംബത്തെ തള്ളിയിടാൻ വേണ്ടിയിട്ട് ഈ അപവാദിയായിരിക്കുന്ന പിശാച് എഴുന്നേൽക്കും നിനക്ക് നേരെ. അവിടെ നീ തകർന്നു പോകരുത്. നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ നീ ഉറപ്പോടെ നിന്ന് നീ അവനോട് പോരാടണം, സാത്താനോട് പോരാടണം. അല്ലേ? എങ്ങനെയാണ് പോരാടുന്നത്? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നീ മുഴങ്കാലിൻ മേൽ ഇരിക്കുമ്പോൾ പിശാച് നിന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും. അല്ലേലിയ? അപ്പൊ പിശാച് നിന്നെ കണ്ട് ഭയപ്പെടും. അല്ലേലിയ? ഇവിടെ നാം ദൈവത്തിന് വചനം. അപ്പം ഇസ്രായേലിനെ തകർക്കാൻ മഹാക്രോധത്തോടെ ഇറങ്ങി വരുന്ന ഈ സാത്താന്യ ശക്തികൾ, അല്ലേലിയ, അവസാനം എന്ത് ചെയ്യും? അവർ തകർന്നു പോകും. നമ്മൾ ആവർത്തന പുസ്തകം 28:7 വായിക്കുന്ന, അവർ ഒരു വഴിയായി വരും. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നിനക്കെതിരെ സാത്താൻ, ഇസ്രായേൽ ജനത്തോട്, ഇസ്രായേൽ വംശത്തോട്, പുതിയ നിയമസഭയോട് പറയട്ടെ, സാത്താൻ നിനക്കെതിരെ ഒരു വഴിയായി വരും. 7 വഴിയായി ഓടിപ്പോകും, ചെറിപ്പോകും. അതാണ് ഈ ആവർത്തന പുസ്തകം 28:7 കാണുന്നത്. അവർ ഒരു വഴിയായി വന്ന 7 വഴിയായി ചെറിപ്പോകും. അത് നിന്നെ തകർക്കാൻ വരുന്ന ശത്രു സൈന്യത്തെ ദൈവം തകർത്ത് കളയും. ഈശ്വരോ അല്ലേലിയ? ഇന്ന് പകൽ ആരെങ്കിലും ജീവിതത്തിൽ തകർന്നും തളർന്നും ഭാരപ്പെട്ടും നിരാശപ്പെട്ടുമാണ് ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയിച്ചു. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന എത്ര വലിയ സന്നാഹമായിരുന്നാലും, എത്ര വലിയ സമൂഹമായിരുന്നാലും, നിന്റെ കുടുംബത്തെ, നിന്റെ ആത്മജീവിതത്തെ, നിന്റെ സഭയും തകർക്കുവാൻ, നിന്റെ തലമുറകളെ നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ക്രൈസ്തവ സമൂഹത്തെ, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ എഴുന്നേൽക്കുന്ന ഈ അപവാദിയെ തുരത്തി ഓടിക്കുവാൻ നീ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം ബാക്കി പ്രവർത്തിച്ചോളും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ഒരു ശത്രുവിന് നമുക്ക് നേരെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 68-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദാസനെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവമക്കളെ, ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, നിനക്കെതിരെ നിൽക്കുന്ന പിശാചു, സാത്താനും, മഹാസർപ്പമായ പഴയ പാമ്പും
സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയായിരിക്കും സാത്താന്യ ശക്തികളെ നീ തകർക്കുവാനുള്ള ആത്മശക്തി ദൈവം നിനക്ക് തരുന്നുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് പറ്റുമ്പോൾ അതേ സമയം തന്നെ കർത്താവ് ഹല്ലേലൂയ സ്വർലോകത്തിലും അധികാരി ആയിരിക്കുന്നു. കർത്താവ് എന്ത് ചെയ്യുന്നു? സ്വർലോകത്തിൽ അധികാരിയായിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവ് നൽകിയിരിക്കുന്നതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 28:18 വായിച്ചേ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18 അല്ല 28:20 എന്താ വായിക്കുന്നത്? ഹല്ലേലൂയ. 18 തൊട്ട് വായിക്കുമ്പോൾ, യേശു അടുത്ത് നിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞൊരു വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവസഭയ്ക്ക് ഉള്ളതുകൊണ്ട്, ഹല്ലേലൂയ, ക്രൈസ്തവ സമൂഹത്തിനുള്ളതുകൊണ്ട്, ഹല്ലേലൂയ, നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയില്ലെന്ന്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ഉന്മൂലനാശം ചെയ്യുവാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ ദൈവം തകർത്ത് കളയും. ഹല്ലേലൂയ. കാരണം നീ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ്. ഹല്ലേലൂയ. നിന്റെ സംരക്ഷണം മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളില്ല. യഹോവയുടെ ദൂതന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടിവിക്കുന്ന സംഗീതം 34 വായിക്കുന്നവരെ നിന്നെ സംരക്ഷിക്കുന്ന ദൈവം സദാസമയം ദൂതന്മാരെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ ഇതിനെ ഈ അപവാദിയെ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. രക്തം ചെയ്യുന്നു. അപ്പൊ സകല അധികാരവും നമ്മുടെ കർത്താവിനുണ്ട്. ഹല്ലേലൂയ. ആ അധികാരമാണ് ദൈവം തന്റെ മക്കൾക്ക്, തന്റെ സഭയ്ക്ക് കൈമാറുന്നത്. രക്തം ചെയ്യും. അപ്പം ഭൂമിയിലുള്ള ദൈവമക്കൾ, ഭൂമിയിലുള്ള സകല ദൈവമക്കളും മുട്ടിമേൽ നിന്ന് ഏകമനസ്സോടെ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ, അവർ ഉപവസിക്കുന്നത് കാണുമ്പോൾ, ദൈവസഭ ഉപവസിക്കുന്നത് കാണുമ്പോൾ, ദൈവജനം ഉപവസിക്കുന്നത് കാണുമ്പോൾ, ദൈവമക്കൾ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, അവർ ദൈവവചനം എടുക്കുന്നത് കാണുമ്പോൾ, വേദപുസ്തകം വായിക്കുന്നത് കാണുമ്പോൾ, വേദപുസ്തകം അവന്റെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ സാത്താന്റെ മുട്ടുവിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കയ്യിൽ വേദപുസ്തകം കണ്ടാ പിശാചിന് പേടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമക്കൾ ഉപവസിക്കാനായിട്ട് ഏകമനസ്സോടുകൂടി ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വർലോകത്തിൽ യുദ്ധം തുടങ്ങുമെന്ന് ആരംഭിക്കും. ഹല്ലേലൂയ. യുദ്ധം നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നീ പ്രാർത്ഥിക്കാൻ എപ്പോഴെല്ലാം മുടങ്ങുന്നോ അപ്പോൾ പിശാച് സ്വർഗത്തിൽ യുദ്ധം തുടങ്ങും. നിന്റെ പ്രാർത്ഥന തടസ്സപ്പെടുന്നേ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താത്ത വിധം നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പിശാച് നിനക്കെതിരെ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ദാനിയേൽ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ആ സമയം പാർസിയുടെ പ്രഭു അവനെതിരെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പറഞ്ഞവിടെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനകൾ ഒന്നിച്ച് യുദ്ധത്തിനെഴുതിയേക്കും. ഹല്ലേലൂയ. അപ്പൊ അത് കണ്ട് നീ ഭയപ്പെടണ്ട, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലല്ലോ, എന്റെ ആരാധനയ്ക്ക് മറുപടി ലഭിച്ചില്ലല്ലോ, ഞാൻ ദൈവത്തിൽ വെച്ച വിഷയത്തിന് മറുപടി ലഭിച്ചില്ലല്ലോ എന്നൊന്നും ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. നീ മുഴങ്കാലിന്മേൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ ദൂതന്മാർ മീകായിൽ അടങ്ങുന്ന സൈന്യം സാത്താന്റെ ദൂതനോട് പടവെട്ടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിനക്കെതിരെ സ്വർലോകത്തിൽ പിശാച് യുദ്ധം തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന മീകായിലും സൈന്യം കൂടെ എന്ത് ചെയ്യും? ആ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയെ തകർത്ത് കളയും. ഹല്ലേലൂയ. അതിന് യഥാർത്ഥമായി ഇത് പഠിക്കാൻ കഴിയുന്ന ഒരു അധ്യായമാണ് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന സാത്താന്റെ ദൂതന്മാർക്കും ദൈവ ദൂതന്മാർക്കും തമ്മിൽ ഭയങ്കര പോരാട്ടമുണ്ട്. അതുപോലെ തന്നെ ദൈവമക്കളും സാത്താന്യ ശക്തികളും തമ്മിൽ വലിയ പോരാട്ടത്തിലാണ്. ഹല്ലേലൂയ. ആ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചു കാണിക്കണം. പ്രൈസറോ. ആ പോരാട്ടത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ആത്മീയ മണ്ഡലത്തെ തകർത്ത് കളയുന്ന, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് എടുത്തിക്കളയുന്ന, നിന്നെ കടക്കിണിയിലേക്ക് കൊണ്ടുപോകുന്ന, നിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, നിന്റെ മനസ്സിൽ നിരാശകൾ ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഈ അപമാനത്തിയെ, സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന ഈ അപമാനത്തി എന്ന് പറയുന്ന ആ പഴയ പാമ്പായിക്കുന്ന മഹാസർപ്പത്തെ നീ തകർക്കണം. പ്രൈസലോ. അതിനുള്ള അധികാരം കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവജനം ഒരിക്കലും സാത്താനെ പേടിക്കരുത്. ഹല്ലേലൂയ. പിശാചെന്ന് കേൾക്കുമ്പോൾ നീ പേടിക്കാൻ പാടില്ല.
നീ ദൈവത്തെ ഭയപ്പെട്ടവന്റെ വെടിയിൽ നടന്നാൽ മതി. അല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, പ്രാർത്ഥിക്കാൻ നീ തുടങ്ങുമ്പോൾ അത്രമാത്രം സ്വർലോകത്ത് നടക്കുന്ന യുദ്ധം നിങ്ങൾക്ക് ആമിലലിയ ആമിൻ പരാജയം എന്ന് പിശാച് പറയുമ്പോൾ ദൈവം നിങ്ങളവിടെ വിജയിപ്പിക്കും. അല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർലോകത്ത് ദുഷ്ടാത്മസേന നിനക്ക് യുദ്ധം തുടങ്ങും. പക്ഷെ അവിടെ മീകായില് സൈന്യമുണ്ട്. അവർ ഈ സാത്താനോട് യുദ്ധം ചെയ്ത് നിന്റെ പ്രാർത്ഥന വിജയം കൊണ്ടെത്തും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ തകർന്നു പോകണ്ട, ദൈവം നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. റോമലേഖനം അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി. ഹല്ലേലൂയ. അപ്പം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രതികൂലമായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. പ്രതികൂലമായി നിൽക്കുന്നവനെ ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രഫീദീമിൽ വെച്ച് അമാലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 17:8 വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17:8 വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് കാണാൻ കഴിയുന്നത് എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനുണ്ടായ ജയം മോശയുടെ കൈകളുടെ ഉയർച്ച താഴ്ചകളെ അടിസ്ഥാനമാക്കിയിരുന്നു എന്ന് ആയിരുന്നില്ല. മോശയുടെ ഉയർത്തപ്പെട്ട കൈകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി താൻ ദൈവസന്നിധിയിൽ പോരാടിയതിനെ സൂചിപ്പിക്കുന്നു. അഹരോനും ഹൂരും മോശയുടെ കൈകളെ താങ്ങി എന്ന് പറയുന്നതിൽ നിന്നും അവർ മൂവരും ഐക്യമായി പ്രാർത്ഥനയിൽ പോരാടി എന്നുള്ളതാണ്. അപ്പൊ മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും. മോശയുടെ കൈ താഴ്ന്നിരിക്കുമ്പോൾ അമാലേക്കര് ജയിക്കും. അതിനെന്ത് ചെയ്തു? അഹരോനും മോശയും ഹൂരും കൂടെ ഒന്നിച്ച് പർവ്വതത്തിൽ ആമൻ പ്രാർത്ഥനയിൽ പോരാടി. അതുകൊണ്ട് എന്ത് ചെയ്തു? രഫീദീമിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് ജയം പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് ദൈവവചനം വായിക്കുന്നു. അപ്പൊ നിനക്കെതിരെ അമാലേക്ക് ശക്തി എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജടിയ പോരാട്ടത്തെയാണ് അമാലേക്കെന്ന് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിനല്ല അമാലേക്ക് മുതിർന്നത്. ഹല്ലേലൂയ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ്? പിന്നണിയിൽ ക്ഷീണിച്ചും തളർന്നും ഇരുന്നവരെ അമാലേക്കർ ആക്രമിച്ചു എന്നാണ്. അപ്പം ക്ഷീണിച്ചിരുന്നവരെ തളർന്നിരിക്കുന്നതിനെയാണ് അമാലേക്കർ അന്ന് ആക്രമിച്ചത്. ഹല്ലേലൂയ. കാരണം നേരെ അഭിമുഖമായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ അവര് ജയിക്കുകയില്ലെന്നുള്ളത് ഈ അമാലേക്ക് ശക്തിക്ക് അറിയാം. ഇന്ന് നമുക്കറിയാം, ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധം ചെയ്താൽ ഒരു രാജ്യത്തിന് ജയിക്കാൻ കഴിയത്തില്ലെന്നാണ്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്ന പല രാജ്യങ്ങളും പരാജയപ്പെട്ടു. ഇസ്രായേലിനെ പേടിയാണ്. കാരണം എന്താ? നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. നേരിട്ട് യുദ്ധം ചെയ്താൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ ഒരു ശക്തിക്ക് ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്താ? അവര് പിന്നിൽ കൂടെ വന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ തളർന്നിരിക്കുന്നവനെ ആക്രമിക്കും. അല്ലെങ്കിൽ അതാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നം അത് എന്ന് പറഞ്ഞ പോലെ വിശ്വാസിയുടെ ബലഹീനത തന്നെയാണ് സാത്താൻ നന്നായി ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബലഹീനത മനസ്സിലാക്കുന്ന സാത്താൻ എന്ത് ചെയ്യുന്നവരോ അവൻ നിങ്ങളെ ശക്തമായിട്ട് അവന്റെ കരങ്ങൾ ഉപയോഗിക്കുന്നു. അവൻ പിന്നിൽ കൂടെ വന്ന് ആക്രമിക്കുന്നവനാ. ഹല്ലേലൂയ. അപ്പം ദൈവജനത്തിന്റെ മുന്നിലൂടെ, ദൈവസഭയ്ക്ക് മുന്നിലൂടെ, ഇസ്രായേലത്തിന്റെ മുന്നിലൂടെ കടന്നു വന്ന് അവനെ ആക്രമിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേൽ അഥവാ ദൈവമക്കൾ, ദൈവസഭ ശക്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സാത്താൻ, ഈ അമാലേക്ക് ശക്തി, അവൻ പിന്നിലൂടെ വന്ന് ബലഹീനരായിരിക്കുന്ന വ്യക്തികളെ കണ്ടുപിടിച്ച് അവനിൽ പ്രവേശിച്ചിട്ട് അവനെ തകർക്കും. അതാണ് നമ്മൾ കാണുന്ന യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിസ്ഥിതിയത, ഈ ലോകത്തിന്റെ പാപസ്വംഗങ്ങളിലേക്ക് നീ വീണ് നീ ബലഹീനനായി മാറാതെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിൽക്കണം. ആമേൻ. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തവും നമ്മുടെ സാക്ഷി മുഖാന്തരവും പൈശാചിക മണ്ഡലത്തെ ജയിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏതെല്ലാം വിഷയത്തിന് തകർന്നിരിക്കുന്നു, തളർന്നിരിക്കുന്നു, ഏതെല്ലാം വിഷയത്തിൽ നീ ക്ഷീണിച്ചിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന അന്ധകാര ശക്തികളെ തടയുവാൻ, നീക്കം ചെയ്യാൻ വേണ്ടി സ്വർഗം നിനക്ക് അനുകൂലമായി മാറും. ഹല്ലേലൂയ. സ്വർഗത്തിൽ അല്ലെങ്കിൽ നടക്കുന്ന അഥവാ ആകാശമണ്ഡലം നടക്കുന്ന യുദ്ധത്തെ നിന്നെ തകർപ്പം പിശാചൊരുക്കുന്ന പദ്ധതിയിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം തന്റെ ദൂതനായിരിക്കുന്ന മീഖായേലിനെ സൈന്യത്തെ അയക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ തകർന്നു പോകണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോവുകയാണ്.
നിന്നെ രാപ്പകൽ അപവാദം ചുമത്തുന്ന ആ അപവാദിയെ ദൈവം തള്ളിക്കളഞ്ഞു വായിച്ചല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഉറപ്പോടെ വിശുദ്ധിയോടെ കൂടി നിൽക്കണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അപ്പം സ്തോത്രം, ഏത് ഭവനം പ്രാർത്ഥനാ ഭവനമായി കാണപ്പെടുന്നുവോ, എപ്പോഴെല്ലാം ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ആ സമയത്തെല്ലാം സ്വർലോകത്തിൽ യുദ്ധം ഉണ്ടാകും. ഞാൻ പറഞ്ഞു, യുദ്ധം ആരംഭിക്കുന്നു. നിങ്ങളുടെ വശത്തുള്ള ദൈവദൂതന്മാർ വാനമണ്ഡലങ്ങളിലുള്ള ദുഷ്ടാത്മസേനയോട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കും. അല്ലേലിയ. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ഭവനത്തിനകത്ത് എപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ഉപവസിക്കാൻ തീരുമാനിക്കുന്നു, സഭ എപ്പോൾ ഉപവസിക്കാൻ തീരുമാനിക്കുന്നു, ആ സമയത്ത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന നിനക്കെതിരെ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാതെ നിനക്ക് ഉപവസിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന് നിൽക്കുവാൻ കഴിയുന്നില്ല. ഉപവസിക്കാൻ വല്ലാത്ത ക്ഷീണം, വിശപ്പ്, തളർച്ച, ആഹാരം കഴിക്കണമെന്നുള്ള തോന്നല്, വെള്ളം കുടിക്കണമെന്ന തോന്നല്, പരവേശം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ പിശാച് കൊണ്ടുവരും. അല്ലേരിയ. കാരണം നീ ഉപവസിക്കുന്നത് നിനക്ക് അനുകൂലമാണ്, നിനക്ക് വിജയമാണെന്ന് പിശാചിനറിയാം. അപ്പൊ എന്ത് ചെയ്യും? നീ ഉപവസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കൈകാലുകൾക്കെല്ലാം പെരുപ്പ്, മരപ്പ്, നടുവിന് വേദന, ഇരിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ആരാധിക്കുന്ന ഇരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കും ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങ് ഉറക്കമാണ്. പിന്നെ ചിലർ ഉപവസിച്ച് തുടങ്ങും, വിശപ്പാണ്. ചിലർ ഉപവാസമൊക്കെ കട്ട് ചെയ്യും, പിന്നെ വിശപ്പിന് ആഹാരം കഴിക്കും. ചിലർക്ക് കൂടെ ക്ഷീണം, ദാഹം, അങ്ങനൊക്കെ നിനക്കെതിരെ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന യുദ്ധം കൊണ്ട് നിന്റെ ശരീരത്തിനെതിരെ. അല്ലേരി. നീ ഉപവസിക്കരുത്, അതാണ് പിശാചിന്റെ തന്ത്രം. അല്ലേരി. പക്ഷെ ദൈവസഭ എന്താണ് പറയുന്നത്? ദൈവവചനം എന്താണ് പറയുന്നത്? ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി മാറിപ്പോകുകയില്ലെന്ന. അല്ലേരി. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിനക്കെതിരെ പൈശാചികമായി ശക്തി എഴുന്നേൽക്കുമ്പോൾ കർത്താവ് നിനക്ക് അനുകൂലമാണ്. അല്ലേല്. കാരണം ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥനയിൽ പ്രാണവേദനയിലായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ നമുക്ക് കാണാം, സ്വർഗത്തിന് ദൂതൻ ഇറങ്ങി യേശുവിനെ അവിടെ ശക്തിപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രശ്നം ചെയ്താ, നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ, അല്ലേലിയ, നീ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ, നിന്റെ വിഷയങ്ങളെ ദൈവത്തിൽ വെച്ച് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ തകർക്കുവാൻ എഴുതേക്കുന്ന അന്ധകാര ശക്തികളുടെ മുമ്പിൽ നിന്നെ ബലപ്പെടുത്താൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അയക്കും. അല്ലേലിയ. ദൈവം തന്റെ ദൂതനെ നിന്റെ പ്രാർത്ഥന കൂടാരത്തിലേക്ക് കൊണ്ടുവരും. അല്ലേലിയ. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. രക്തം ചെയ്യും. ഇന്ന് പകൽ തകർച്ചയുടെ നടുവിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളായി നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് സ്വർഗം മറുപടി തരാൻ പോവുകയാണ്. പിശാച് പറയുന്നത് നടക്കില്ലെന്ന്, പിശാച് പറയും നീ ജയിക്കില്ലെന്ന്, പിശാച് പറയും നീ ഉയരില്ലെന്ന്, പിശാച് പറയും നിന്റെ രോഗം മാറത്തില്ല, പിശാച് പറയും നിന്റെ ബന്ധനം അഴിയത്തില്ല, പിശാച് പറയും നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, നിനക്കൊരു വിജയ സാധ്യതയില്ല, എല്ലാം കൊണ്ട് നീ തകർന്നു സാത്താൻ പറയുമ്പോൾ, അല്ലേരിയ, നിനക്കെതിരെ അപവാദി കുറ്റം ചുമത്തുമ്പോൾ ദൈവം പറയുകയാണ്, അവനെ ഞാൻ തകർക്കും, അവന്റെ തലയെ ഞാൻ തകർത്തതാണ്, ജയം നിനക്ക് തന്നെയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ തളർന്നു പോകരുത് കേട്ടോ. നിങ്ങൾ തളരാതെ നിൽക്കണം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, ഈ ആത്മീയ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഈ ആത്മീയ യുദ്ധത്തിൽ ജയിക്കുവാൻ നിങ്ങൾ ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളണമെന്നാണ് എഫേസ്യ ലേഖനം 6:14 വായിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കുക, നിങ്ങൾ യുദ്ധക്കളത്തില. ആത്മീയമായി നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ, ആ യുദ്ധക്കളത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനമാകുന്ന, അല്ലേലൂയ, ആത്മാവിന്റെ വാൾ എന്ന് പറഞ്ഞ ദൈവവചനത്തെ നിങ്ങൾ കൈക്കൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ ഈ എബ്രായ ലേഖനം 4:12 വായിക്കും, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയും വേർപിടിക്കുന്ന തുളച്ചു ചെല്ലുന്നതുമാകുന്നു നമ്മൾ എബ്രാഹിന്റെ 4:12 വായിക്കുന്നത്. ദൈവവചനം നിന്റെ ഉള്ളിൽ നിറയട്ടെ. എൻ്റെ ഏരിയ വചനം നിന്റെ ഉള്ളിൽ നിറയും തോറും നീ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേരിയ. വചന ഉള്ളിൽ നിറയും തോറും നീ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചന നിന്റെ ഉള്ളിൽ നിറയും തോറും പിശാച് നിന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേരിയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത് ആ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയും വേർപിടിക്കുന്നത് തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവനുമായിട്ടായിരിക്കുന്നു. അല്ലേരിയ. അവനുമായിട്ടായിരിക്കുന്നു. അല്ലേരിയ.
സ്തോത്രം, നമുക്ക് ബന്ധമെന്ന് പറയുന്നത്. അപ്പം അവനും മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മറന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അല്ലേരിയ. അപ്പം ദൈവത്തിന്റെ വചനം അല്ലേരിയ നിന്നെ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തിന് ഇവിടെ വ്യക്തിത്വം കൽപ്പിക്കുക. അല്ലേരിയ. പ്രവർത്തന ശക്തിയാണ് ജീവന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ദൈവവചനം നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും വിധിക്കുന്നു. മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും അഗാധങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവന്റെ ലക്ഷ്യം, ആഗ്രഹം, ഉദ്ദേശം, ഇച്ഛ എന്നിവയെല്ലാം വേർതിരിച്ച് കാണുവാനും ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അല്ലേരിയ. അതാ വചനത്തിന്റെ ശക്തി, അതാണ്. അല്ലേരിയ. അപ്പൊ ആ വചനം നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നിന്റെ ശാരീരികമായ പ്രതിസന്ധികളെ മുഴുവൻ നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട്, നിന്റെ സംശയങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവം നിനക്ക് വിജയം തരാൻ തുടങ്ങും. അല്ലേ? അപ്പൊ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് നിനക്കെതിരെ എഴുതേക്കും. അപ്പൊ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ സംശയം കൊണ്ടുതരും. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? എനിക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? അതിനുള്ള യോഗ്യതയുണ്ടോ? എന്നൊക്കെ പിശാചിന്റെ ഉള്ളിൽ പലവിധമായ ചിന്ത കൊണ്ടുതരും. അത് ഈ സ്വർലോകത്തിൽ നിനക്കെതിരെ നടക്കുന്ന യുദ്ധമാണ്. അല്ലേ? അവിടെ വചനം നിന്റെ ഉള്ളിൽ നിറയണം. വചനം നിന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അല്ലേ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന വെളിച്ചത്തെ കൊണ്ടുവരാൻ വചനത്തിന് കഴിയും. ഇവിടെ പരാമർശിപ്പിക്കുന്ന പ്രാണൻ ശാരീരിക ജീവന്റെ കേന്ദ്രമായും ആത്മാവ് ബുദ്ധിപരമായ ചൈതന്യത്തിന്റെ കേന്ദ്രമായും കരുതി പോരുന്നു എന്ന് നമുക്കടക്കണം. ഇതിനെ വേർതിരിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തും. അല്ലേലിയ. അപ്പൊ നമ്മൾ എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ഇതാ, വചനത്തിന്റെ 5 പ്രത്യേക ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ജീവൻ, ചൈതന്യം, മൂർച്ചയുള്ള മൂർച്ച, തുളച്ചു ചെല്ലുന്ന അല്ലെങ്കിൽ ചെല്ലുവാനുള്ള കഴിവ്, വിവേചന ശക്തി, ഇതൊക്കെ വചനത്തിന്റെ ശക്തിയാണ്. അല്ലേരിയ. ഈ വചനമാണ് ക്രൈസ്തവ സഭയെ നിലനിർത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തുന്ന ഇവിടുത്തെ ആയുധങ്ങളല്ല. അല്ലേ? ആയുധമെടുത്ത് പോരാടുവാൻ അറിയാമെങ്കിലും ആയുധമെടുത്ത് പോരാടാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹമാണ്. അവർക്ക് ആയുധത്തിന്റെ ആവശ്യമില്ല. അവർ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനം ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് അവർ മുഴങ്കാലിന്മേൽ നിൽക്കുവാൻ തുടങ്ങുമ്പോൾ, ആ മുഴങ്കാലിന്മേൽ നിൽക്കുന്നത് സാത്താൻ കാണുമ്പോൾ അവൻ മുട്ടിടിച്ചുകൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. അപ്പോഴാണ് പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ആയുധം എന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥനയാണ്. അല്ലേരിയ. നിന്റെ ആയുധം എന്ന് പറഞ്ഞ ആത്മാവ്, വചനമാകുന്ന ആത്മാവിന്റെ വാളാണ്. അല്ലേരിയ. അത് ധരിച്ചുകൊണ്ട് നീ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പം ദൈവമക്കളെ അഥവാ ദൈവജനത്തെ, ഇസ്രായേൽ അല്ലെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് വിരോധമായി നിർമ്മിക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവാണ്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചവനവൻ. അല്ലേരിയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചവനായ ജയാളിയായ കർത്താവ് പിതാവിന്റെ വലത്ത് സന്നിധിയിൽ നിനക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നത് കൊണ്ട് നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളെ എന്ന് പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും യേശു തകർത്ത് കളയുമെന്ന്. അല്ലേരിയ. നീ ജയിച്ചവനാ. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ മിഷനുമാരുടെ പറയട്ടെ, ദൈവദാസിദാസന്മാരോട് പറയട്ടെ, നിനക്കെതിരെ സ്വർലോകത്തിൽ വലിയ യുദ്ധം നടക്കുക. നീ ഉയരാൻ പാടില്ല. അല്ലെങ്കിൽ നിനക്ക് നന്മ വരാൻ പാടില്ല. നിന്റെ തലമുറ നന്നായി പഠിക്കാൻ പാടില്ല. അവർക്ക് നല്ല വിജയം കാണാൻ പാടില്ല. അവർക്ക് തലമുറയെ കിട്ടാൻ പാടില്ല. അവരുടെ വിവാഹം നടക്കാൻ പാടില്ല. നീ ഒരു വീട് വാങ്ങാൻ പാടില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പാടില്ല. നീ ഒരു തുണ്ട് ഭൂമി മേടിക്കാൻ കഴിയില്ല. അങ്ങനെ വിവിധമായ നിലകളിൽ നിന്നെ തകർത്ത് കളയുന്ന പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ നീ ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാൾ ധരിച്ചുകൊണ്ട് നീ മുഴങ്ങാനുമേ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. അല്ലേലിയ. രക്തം ചെയ്യാം. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലേലിയ. വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പോരാടുമ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയ്ക്ക് വിരോധമായി നിങ്ങളുടെ കൈകളും ഹൃദയവും നിങ്ങൾ ഉയർത്തുമ്പോൾ അല്ലേലിയ, അവൻ പരാജയപ്പെടും.
അവൻ തകരുവാൻ തുടങ്ങും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്നാ യോഹന്നാന്റെ ലേഖനം 4:4 കാണുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ കാണുന്ന മുഴുലോകത്തെ സൃഷ്ടിച്ച അണ്ടകടാകത്തെ അഖിലാണ്ടത്തെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, സകലത്തിന്റെ അധികാരിയായിരിക്കുന്നവൻ, സകലത്തെയും വാക്കാൽ നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ, ആമീൻ. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. അതുകൊണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട, തളർന്നു പോകണ്ട. ജയം നിനക്ക് തന്നെയാ. ഇന്നൊരു പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ തകർച്ചയുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരികയാ. നിന്റെ പ്രതിസന്ധികളിലേക്ക് യേശു ഇറങ്ങി വരികയാ. നിന്റെ ബലഹീനതയിലേക്ക് യേശു ഇറങ്ങി വരികയാ. നിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങളെ മാറ്റുവാൻ, നിന്റെ നിന്ദകളെ മാറ്റുവാൻ, നിന്റെ തിന്മയെ മാറ്റുവാൻ, ആമീൻ, നിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ ബലഹീനതയെ മാറ്റുവാൻ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ സമയമായി. വിശ്വസിക്കുന്നതിൽ കരങ്ങളിടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ്. എന്നിട്ട് സ്തോത്രം പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമേ സ്തോത്രം. അല്ലെങ്കിൽ സംഖ്യാപുസ്തകം ഇതിലേക്ക് വരുമ്പോൾ 23-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ആഭിചാരൻ യാക്കോബിനെ ഭരിക്കുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിനെ ഭരിക്കുകയില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവൂ. അതേ പ്രിയ സ്നേഹിത, ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ ക്ഷുദ്രങ്ങളോ കൂടോത്രങ്ങളോ ആമീൻ തകട്ടുകളോ ഏലസ്സുകളോ ചരടുകളോ ഒരു ഒതിക്കെട്ടുകളോ ഒരു തന്ത്രങ്ങളും നിനക്കെതിരെ ഭരിക്കുകയില്ല. അത് നിനക്കെതിരെ കൊണ്ടുവരുമ്പോൾ അല്ലെ നീ ഓർത്തോണം, ആഭിചാരൻ യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിൽ ഭരിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്ക്. ഒരു ശക്തിയും നിനക്കെതിരെ എഴുന്നേക്കത്തില്ല. പിന്നെ ആഭിചാരം മന്ത്രവാദ കൂടോത്രമൊക്കെ നിനക്കെതിരെ ചെയ്താൽ എന്ത് ചെയ്യും? നീ പ്രാർത്ഥിക്കുന്ന അവളാണെങ്കിൽ ആ ശക്തി ആ ചെയ്തവന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. ആര് നിനക്കെതിരെ ശൂദ്രം ചെയ്യുന്നോ അത് അങ്ങോട്ട് തന്നെ മടങ്ങും. അല്ലേലൂയ, അങ്ങോട്ട് തന്നെ മടങ്ങി ചെയ്തവന്റെ കുടുംബത്തെ തലമുറയും ബാധിക്കാൻ തുടങ്ങും. അല്ലേലൂയ, തകർച്ച അവർക്കാകട്ടോ. നിനക്ക് ജയമാ, ദൈവമക്കൾക്ക് ജയം. അതുകൊണ്ട് ആഭിചാരം യാക്കോബിനെ ഭരിക്കുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് ഏൽക്കുകയില്ലെന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ നിരാശനായി കാണപ്പെടരുത്. നിങ്ങൾ ഒരിക്കലും നിരാശനായി കാണപ്പെടരുത്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഒരിക്കലും നിരാശനായി കാണരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് 1 കൊരിന്ത്യർ 15 വായിക്കാൻ കാണരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കേ, ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിനക്ക് അനുകൂലമാണ്. വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ആമേ സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 12-7-9 വാക്യങ്ങളാണോ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീകായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിരുതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച് സാത്താനും എന്ന മഹാപാമ്പായ പഴയ മഹാസർപ്പമായിരിക്കുന്ന പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് ആമെ തള്ളിക്കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അതെ, പിശാച് നിനക്കെതിരെ എതിർക്കത്തില്ല, അവനെ തകർത്ത് കളഞ്ഞതാ. പിന്നെ നീ ഇടം കൊടുക്കുമ്പോഴാണ്, നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയിലേക്ക് നീ പോകുമ്പോഴാണ് അവൻ നിന്നിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയണം. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു അതിന്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. യേശുവിന്റെ ഇതിന്റെ ഹൃദയം കൊടുക്കാമോ? യേശുവിന്റെ ജീവിതം കൊടുക്കാമോ? ആമേ. കുഞ്ഞാടിന്റെ രക്തവും നിങ്ങളുടെ സാക്ഷി നിമിത്തം നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെ ഇന്ന് പകൽ മാനിക്കും. നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകളെ ശാപങ്ങളെ ദൈവം എടുത്തു മാറ്റും. കണ്ണുകളടച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിന്റെ കേരളത്തെ 3 കോടി ജനത്തിനും തലമുറകൾ എണ്ണത്തിൽപ്പെട്ട അന്യസ്ഥാന തൊഴിലാളികൾ ഹല്ലേലൂയ കർത്താവ് ഇന്ത്യയിൽ 140 കോടി ജനത്തിനായി 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി 6 ലക്ഷത്തെ ഗ്രാമങ്ങളിൽ ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനത്തിനായി കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വില്ലേജ്
പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ, രാജാക്കന്മാരെ, രാജ്ഞിമാര്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, ഭരിക്കുന്നവരും ജനത്തെയും സകല അധികാരസ്ഥരെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അധികൃതർക്ക്, CRPF, എന്റെ ജുഡീഷ്യറിക്കായ എന്റെ വിവിധ വകുപ്പുകൾ, അല്ലുരിയ ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ആമയുടെ രഹസ്യ വിഭാഗങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലുരിയ കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, യാത്ര വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾ, സമുദ്രത്തിൽ ആഴങ്ങളിൽ മത്സ്യബന്ധനായി കടന്നു പോയിരിക്കുന്നവർ, ആമി കരികളിലും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ആമി വലുതും ചെറുതല്ല വ്യാപാരികൾ, വ്യവസായ വഴിയോര കച്ചവടക്കാരെയും, ആമി കർത്താവി സ്തോത്രം, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, സകല ഓട്ടോ ടാക്സി, ആമി എല്ലാ ഡ്രൈവേഴ്സിനെയും, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആമി കർത്താവി എല്ലാ സയൻസ് എഞ്ചിനീയർമാരെയും, ആമിയുടെ ഭരണവിദേശ പാർട്ടികളെ, മത, സാമൂഹിക, സാംസ്കാരിക, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്ത് ശൈശവത്തിലും ബാല്യത്തിലും കോമായും യുവനത്തിലും വാർത്തയിലും വൃത്തയാച്ചകർ ഓർമ്മ ചോള ജീവൻ തണ്ടവറയിലായിരിക്കുന്നവർക്കായി മദ്യത്തിൽ മൈക്കും ലഹരിപത അടിമപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ, ഭീകരവാദ, വർഗീയ സംഘങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ എല്ലാം മാനസാന്തരപ്പെടും മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി. അമ്മ ജനത്തോട്ട് വിദേശ രാജ്യം പഠിക്കാൻ കടന്നു, ജോലിക്കാൻ കടന്നുപോയിരിക്കുന്നവർ, വിദേശ സ്ഥിരതാമസമാക്കിയിരിക്കുന്നവർ, യാത്ര ചെയ്യുന്നവരെ, വിദേശ ജോലിക്ക് കടന്ന് കഷ്ടം സഹിക്കുന്നവർ, ജയിലറിയിലായിരിക്കുന്നവർ, മദ്യത്തിനും മൈക്കും ലഹരി അടിമപ്പെട്ടവർ, ദേശരാജ്യപ്പീഠവരിക്കും എന്റെ സഹോദരിമാർക്കായി അലരിയ സുവിശേഷം കഷ്ടസംഖ്യ ദൈവദാസന്മാർ, തലമുറകൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി. ഈ ജനത്തിന് ഒരു വിടുതൽ, ആശ്വാസം, സമാധാനം കൊടുക്കണമേ. ദൈവസഭ ഉണരുവാൻ, ജനത്തിന്റെ സംരക്ഷണത്തിനായി, രാജ്യത്തിന്റെ ദൈവസഭയുടെ സംരക്ഷണത്തിനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ജനത്തിന് ദൈവനീതി വെളിപ്പെടണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.